ആർഎസ്എസ് എന്ന് പറയുന്ന ഒരു 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 പ്രസ്ഥാനത്തോട് പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്കൊരു ഒരു തെറ്റായ ഒരു ധാരണയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആർഎസ്എസ് എന്ന് പറയുന്നത് ഭയങ്കര വർഗീയ സംഭവമാണ്, ഒരു ഹിന്ദു വർഗീയം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ആർഎസ്എസ് എന്ന് പറയുന്നത്. ആർഎസ്എസ് എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ടാണല്ലോ ഈ സംഘി എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിളിച്ച് കളിയാക്കുന്നത്. ശരിക്കും എന്താണ് ആർഎസ്എസ്? ആർഎസ്എസിന്റെ പ്രധാന അജണ്ട എന്താണ്? എന്താണ് ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് താങ്കളെക്കാൾ നല്ലൊരാൾ ഉണ്ടാവില്ല. ഞാൻ 8ാം ക്ലാസ്സിലാണ് RSSൻ്റെ പ്രവർത്തനത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ RSSൻ്റെ പ്രചാരകനായി മാധവൻ ഉണ്ണി എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ അദ്ദേഹം വന്നു. ഇവിടെ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നൊരു സമയമാണ്. അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടന്ന് ചെറുപ്പക്കാരെയൊക്കെ കാണുകയും വീടുകളിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ വീട്ടിലും വന്നു. അപ്പം അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ശാഖ തുടങ്ങണം. അപ്പം അച്ഛനും RSSൻ്റെ സംസ്ഥാന സംഘചാലകൻ, പ്രാന്ത സംഘചാലകൻ എന്ന് വെച്ചാൽ സംസ്ഥാന അധ്യക്ഷനാണ്. ഗോവിന്ദമേനോൻ കോട്ടയത്ത്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റാണ്. അപ്പോൾ അവർ തമ്മിൽ വളരെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഗോവിന്ദമേനോനും പറഞ്ഞു കുമ്മനത്ത് ഒരു ശാഖയൊക്കെ തുടങ്ങണം എന്ന് അച്ഛനോട് പറഞ്ഞു. അതിന് വേണ്ട സഹായമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാധവനുണ്ണി വീട്ടിൽ വന്നു. ഗോവിന്ദമേനോൻ പറഞ്ഞനുസരിച്ച് വന്നതാണ്. ശാഖയിൽ പോകാൻ അതിനെന്താ, തുടങ്ങണം. അങ്ങനെയാണ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ RSSൻ്റെ ശാഖയിലേക്ക് വന്നു. ഞാൻ പല മുഖ്യശാഖയായിട്ടും ഒക്കെ അവിടെ പ്രവർത്തിച്ചു. എൻ്റെ സ്കൂൾ ജീവിതത്തിലും പിന്നീട് കോളേജ് ജീവിതത്തിലും എല്ലാം കിട്ടുന്ന സമയമൊക്കെ അങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്നെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന പല രംഗങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഫുഡ് കോർപ്പറേഷൻ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു സംശയങ്ങൾ ചോദിക്കും. ഞാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മേരി ക്രിസ്ത്യാനിയാണ്, തൊട്ടപ്പുറം വേറൊരാളൊരു മുസ്ലിമാണ്. ഞങ്ങളൊരു മുറിയിൽ, ഞാൻ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അവിടുത്തെ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾക്ക്, നമ്മൾ ഇത്രയും മണിക്കൂറുകൾ ഇവിടെ നിന്ന് ഞാൻ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശനം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതി, നിങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? പരിപാടിയിലും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനെന്തിനാ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കും? മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ വിടുക. പക്ഷേ ഞാൻ ആരാണെന്ന് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ഞാൻ പോകുന്നുണ്ട്, അവിടുത്തെ വിവാഹങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ എന്തെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചടങ്ങുകളിൽ പോയി പങ്കെടുക്കാറുണ്ട്, വീടുകളുമായിട്ടൊക്കെ ബന്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും മതവിദ്വേഷം ഉണ്ടാക്കുന്ന വർഗീയ പരാമർശനങ്ങൾ വ്യാപൃതനാകുന്ന ഒരു കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടില്ലെന്ന് അവർക്ക് തന്നെ അനുഭവമാണ്. അപ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ല പ്രസംഗിച്ച് നടക്കുക എന്നുള്ളത്. ഇന്നിപ്പം മതേതരത്വം മതസൗഹാർദ്ദമൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. RSSകാരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.